റജബ് 27-നാണ് മിഅ്റാജ് സംഭവിച്ചത് എന്നുള്ളതിന് ചരിത്രത്തിൽ രേഖയില്ല. പല അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണത്. ഇനി ആ ദിവസം തെളിഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ അതിന്റെ പേരിൽ വല്ല ആചാരങ്ങളുമുണ്ടോ? പ്രത്യേകമായ നിസ്കാരമുണ്ടോ? പ്രത്യേകമായ നോമ്പുണ്ടോ? ഇല്ല. മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പ് നോൽക്കാൻ എന്താ ആവേശം? തിങ്കളാഴ്ച നോമ്പ് നോൽക്കാത്തവർക്കും വ്യാഴം നോമ്പ് നോൽക്കാത്തവർക്കും മുഹറം 9, 10 നോൽക്കാത്തവർക്കും അറഫ നോമ്പ് നോൽക്കാത്തവർക്കും ഒക്കെ വമ്പിച്ച ആവേശമാണ് മിഅ്റാജ് നോമ്പിന്. അതെന്താ? അത് മറ്റോലെ എതിർക്കണ നോമ്പാണ്. മറ്റോലെ എതിർക്കുമ്പോ ഒരാവേശാണ്. ഇതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ പതുക്കരോ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലി പോകുന്ന ആൾക്കാർ ഒരു മുജാഹിദിന്റെ വീടെത്തിയാൽ മുദ്രാവാക്യം വിളിക്കല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ? മറ്റോൻ കേൾക്കാൻ, അവൻ കേൾക്കാൻ വേണ്ടി. ഇഖ്ലാസ് ഇല്ലാത്ത പണി. അപ്പോ ഈ രൂപത്തിൽ മിഅ്റാജ് നോമ്പിന് വലിയ ആവേശമാണ്. കാരണം എന്താ? അതില്ലാന്നാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ? അന്ന് പട്ടിണി കിടക്കാൻ വയ്യാത്തത് കൊണ്ടാണോ? അതിന് മടിയായത് കൊണ്ടാണോ? അല്ല. ഇസ്ലാം ദീനിൽ ഒരു പുണ്യകർമ്മം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് റസൂലുള്ളയാണ്. ആ റസൂല് പഠിപ്പിക്കാത്ത ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് അനുവദനീയമല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം നമ്മുടെ കൽപ്പനയില്ലാത്ത കർമ്മം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താ അമൽ ചെയ്യുന്നത്? ആളുകൾ അന്നൊരു 27-ന്റെ അന്ന് പകൽ പ്രത്യേകം നോമ്പ്, മിഅ്റാജ് നോമ്പ്. എല്ലാവരും എന്താ വീട്ടിൽ ഇതെന്താ മിഅ്റാജ് നോമ്പാ, മിഅ്റാജ് നോമ്പാ, തലേ ദിവസം രാത്രി നിസ്കാര, എന്താ മിഅ്റാജ് നിസ്കാര എന്നും പറഞ്ഞുങ്ങാണ്ട് ഈ രൂപത്തിൽ റജബിൽ ഒരു പ്രത്യേക നിസ്കാരം, റജബിൽ ഒരു പ്രത്യേകമായ നോമ്പ്, ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുമ്പാകെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു കൊച്ചു കിതാബ് തന്നെയുണ്ട്. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ അധ്യായത്തിൽ ഫസ്ലുൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ്, റജബ് മാസത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് വന്നിട്ടേ ഇല്ല. വലാ ഫീ സിയാമിഹി, ആ മാസത്തിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ആ മാസത്തിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ സ്പെഷ്യൽ നിസ്കാരമുണ്ട് എന്നതിനെ സംബന്ധിച്ചോ വന്നിട്ടില്ല. ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജത്തി, തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാരാ പറയുന്നത്? സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന ശാഫിഈ പണ്ഡിതൻ, ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ പറയുന്നു. എന്നിട്ടെന്ത്? ഇത് ഞാൻ മാത്രം പറയുന്ന അഭിപ്രായമല്ല, എനിക്ക് മുമ്പും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ പണ്ഡിതന്മാർ ഞാനീ പറഞ്ഞ കാര്യം അവർ ഖണ്ഡിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മാസത്തിനൊരു പ്രത്യേകമായിട്ടൊരു കർമ്മം നമുക്ക് ചെയ്യാനില്ല. മാത്രല്ല റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു 12 റക്അത്ത് നിസ്കാരമുണ്ട്, ഒരു സ്പെഷ്യൽ നിസ്കാരം. ആ നിസ്കാരത്തെ സംബന്ധിച്ച് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടല്ലോ, ഫത്ഹുൽ മുഈൻ എന്ന ഫിഖ്ഹിന്റെ കിതാബ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് ഇർഷാദുൽ ഇബാദ്. ഇർഷാദുൽ ഇബാദ് എന്ന അറബി ഗ്രന്ഥത്തിനൊരു പരിഭാഷയുണ്ട് മലയാളത്തിൽ. അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എം ഇമ്പിച്ചിക്കോയ മുസ്ലിയാരാണ്. ആ പരിഭാഷയിൽ നമുക്ക് കാണാം എന്ത്? ഒരു സബ് ഹെഡിങ് കാണാം, നിരോധിക്കപ്പെടേണ്ട ചില അന്ധവിശ്വാസങ്ങൾ. എന്താ പറയുന്നത് അദ്ദേഹം? നിരോധിക്കപ്പെടേണ്ടുന്ന ചില അന്ധവിശ്വാസങ്ങൾ. എന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ എണ്ണുന്നത് ഏതാണ്? റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് റഗായിബ് എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം. പിന്നെ കുറെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇവയൊന്നും സുന്നത്തില്ല, പ്രത്യുത അവയെല്ലാം അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇതെല്ലാം നിർവഹിക്കുന്നവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും.